നിന്റെ അച്ഛനെ വിളിച്ചോടാ. നിന്റെ അച്ഛൻ ഇലക്ഷന് തോറ്റില്ലടാ, എന്റെ അച്ഛൻ ജയിച്ചടാ. പോടാ, ഞാൻ നിന്റെ കൂടെ ഒരിക്കലും ഉണ്ട്. അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആറാ മിണ്ടാ പറഞ്ഞ തോറ്റോടിയില്ല മോനെ. ബാക്കി പൈസ അത് വെച്ചോ. നീ എന്തിനെ ജാമ്യത്തിൽ ഇറക്കിയ? പിന്നെ അകത്ത് കിടക്കട്ടെ എന്ന് കരുതുന്നായിരുന്നു. അതൊക്കെ എൻ്റെ പാർട്ടിക്കാർ നോക്കിക്കോളും. നീ ഒന്നും ഇടപെടേണ്ട കാര്യമില്ല. ഓ, എന്നിട്ട് എവിടെടാ നിന്റെ പാർട്ടിക്കാർ? ഞാൻ ആ വക്കീലിനെ ഏർപ്പാടാക്കില്ലെന്നെങ്കിലേ കാണാമായിരുന്നു അകത്ത് കിടക്കണത്. കുറച്ച് ദിവസം മുമ്പ് നീ ഞാനും തമ്മിൽ ഏതൊരു ബന്ധുവില്ലെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പം എങ്ങനെ? എടാ, രാഷ്ട്രീയമൊക്കെ നല്ലത് തന്നെയാണ്. നീ ഒരു പാർട്ടി വിശ്വസിക്കുന്നു, ഞാൻ മറ്റൊന്നിനെ. പക്ഷേ പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. അവസാനം ഒരുത്തനും കാണൂല നിന്നെ സംരക്ഷിക്കാൻ. ആ, ചിലപ്പോൾ ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ പണിയായിരിക്കും. അത് മതിയാവൂടാ നിന്റെ അമ്മയുടെയും ഞങ്ങളുടെയൊക്കെ കണ്ണീരിന്. ഒന്ന് ചിന്തിച്ചു നോക്കും, എത്ര നേതാക്കന്മാരുടെ മക്കളാണ് ഇവിടെ തല്ലാനും കൊല്ലാനും വേണ്ടി ഇറങ്ങണത്? എന്തിനൊരു സമരത്തിന് പോലും അവരകത്തിരുന്ന് ഓർഡർ ഇടും. അത് കേട്ടനുസരിക്കാൻ ഇവിടെ കുറെ മന്ദബുദ്ധികളുണ്ടല്ല, എന്നെയും നിന്നെയും പോലെ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങണവന്മാർ. എടാ, രാഷ്ട്രീയം ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധമാവണം, ആയുധങ്ങൾ കൊണ്ടുള്ളതാവരുത്. ഇത് ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തല്ലടാ. പാർട്ടിയുടെ പേരും പറയുന്ന എന്നിൽ നിന്ന് അകന്നോ അന്ന് നിർത്തിയതാ പാർട്ടി പ്രവർത്തനമൊക്കെ. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ, സാവധാനല്ലേ പറ്റും. അപ്പോൾ ഇത് നീ ആർക്ക് വേണ്ടി ചെയ്ത്? എന്തിന്? 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോടാ അവൻ കഴുപ്പേർത്തത്. കള്ളും കഞ്ചാവും പൊടിയൊക്കെ അടിച്ചകത്ത് കയറ്റിയ പിന്നെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരുണ്ടല്ലോ. കൊല്ലാനായിരുന്നു പ്ലാൻ, പക്ഷെ പാളിപ്പോയി. അല്ലാതെ അവനെയൊക്കെ നിയമത്തിന് വിട്ടുകൊടുത്ത ചുമ്മാ തീറ്റിപ്പോറ്റേലേ ഉള്ളൂ. എന്തായാലും താങ്ക്സ് ഉണ്ടറാ. ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കാതെ നോക്കിക്കോളാം. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അടുപ്പുള്ളവരിന്ന് ഒരല്പം അകന്നിക്കണമെന്ന്. ഡാ, ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് വേണ്ടി നിന്റെ അച്ഛൻ ചോരെ കുളിച്ച് കിടന്നപ്പോൾ ഇനി നിനക്ക് ആരുണ്ടെന്നും പറഞ്ഞ് നീ പൊട്ടിക്കരഞ്ഞ് നോർക്കണുണ്ടോ? അന്ന് നിന്റെ തോണിക്കൈ വെച്ച് ഞാൻ പറഞ്ഞിരുന്നടാ, നിനക്ക് ഞാൻ ഉണ്ടെന്ന്. മരണം വരെ അതിനൊരു മാറ്റം ഉണ്ടാവില്ലടാ, നിനക്ക് ഞാൻ ഉണ്ടടാ. ഇതാടാ മഞ്ച്. എനിക്ക് വേണ്ട, പോടാ. നിന്നോടല്ലാതെ തന്നെ ആരാടാ അടി ഉണ്ടാക്കണം? ഡാ ഇല്ലടാ, മഞ്ചോടാ. നിനക്ക് വേണ്ടതുണ്ട ഞാൻ കഴിച്ചു. വാ, വേറെ വാങ്ങിത്തരാം. ഞാൻ അല്ലാതെ വേറെ ആരും വാങ്ങിത്തരാൻ. നീ എൻ്റെ അച്ഛനെ തൊട്ടോടിന്ന് വിളിക്കല്ലേ? ഞാൻ വിളിക്കും. എങ്കിൽ നിന്റെ അച്ഛനും തോക്കുമ്പോൾ ഞാനും വിളിച്ചോ? എന്തിൻ്റെ പേരിലായാലും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പിണക്കങ്ങളെ സൗഹൃദത്തിലുള്ളൂ. അത് അന്നും ഇന്നും